പരാതി കൊടുത്ത ആള്. നമസ്കാരം സാറേ. മോൾക്കെതിരെയുള്ള പരാതി എന്താണെന്ന് അറിയാൻ ജനകൻ ചേട്ടന് വലിയ ധൃതിയായിരുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് പരാതിക്കാരൻ തന്നെ പറയുന്നതല്ലേ നല്ലതെന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതെ നിന്നത്. സുന്ദരേശ, എസ് ഐ സാറിനോടെല്ലാം പറ. സാറേ, എനിക്ക് ഒരേക്കർ മുന്തിരിത്തോട്ടമുണ്ട്. അമ്മായിയമ്മ കിടപ്പിലായതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ അവളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. കുറച്ചു ദിവസം ഞാൻ അവിടെ ആയിരുന്നു. ആ കാര്യം ഇവർക്കൊക്കെ അറിയാമായിരുന്നു. ആ അവസരം മുതലെടുത്ത് പാറും ഈ പിള്ളേരും എൻ്റെ തോട്ടത്തിലെ മുഴുവൻ മുന്തിരിയും പറിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. എനിക്കിതുകൊണ്ടുണ്ടായ നഷ്ടം ചെറുതല്ല സാറേ. ഞാൻ ലോൺ എടുത്ത് നടത്തുന്ന കൃഷിയാ സാറേ. എനിക്ക് എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരം വാങ്ങി തന്നേ പറ്റൂ. വെറും 4 കൊല്ലം മുന്തിരി പറിച്ചതിനാ ഇയാൾ ഇത്രയും ഷോ കാണിക്കുന്നത്. മുഴുവൻ മുന്തിരി ഞങ്ങൾ മോഷ്ടിച്ചെന്ന് നുണ പറയാൻ ഇയാൾക്ക് മനസാക്ഷിയില്ലേ? ഇയാൾക്ക് നുണ പറയാമെങ്കിൽ എനിക്ക് നുണ പറയാലോ. എന്താ പറൂ, ഇയാള് പറയുന്ന സത്യല്ലേ? ഈ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് നീ സുന്ദരേശന്റെ മുന്തിരിത്തോപ്പിൽ പോയി മോഷണം നടത്തിയില്ലേ? എന്താടി മിണ്ടാതെ നിൽക്കുന്നേ? ഇയാള് പറഞ്ഞതുപോലെ നീയാണോ മുന്തിരിത്തോപ്പി മോഷണം നടത്തിയത്? ഇല്ലമ്മേ, ഇയാള് പറയുന്ന നുണയാ. ഞങ്ങള് മോഷണമൊന്നും നടത്തിയിട്ടില്ല. ഇയാളുടെ തോപ്പ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ലേടാ, സുന്ദരേഷിന്റെ തോപ്പില് അങ്ങനൊരു മോഷണം നടന്നിട്ടില്ല. ഓഹോ, അപ്പൊ പോലീസുകാർ വേറെ ഒരു പണിയുമില്ലാതെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വിളിച്ചതാണെന്ന് കരുതിയോ? ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ പണി ചെയ്യാൻ അറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇയാളുടെ മുന്തിരിത്തോപ്പിൽ ഞങ്ങൾ പോയിരുന്നു. 1 ഏക്കർ തോപ്പിലുള്ള മുന്തിരിയെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇയാളുടെ മുന്തിരിത്തോപ്പിൽ ഞങ്ങൾ പോയിരുന്നു. 1 ഏക്കർ തോപ്പിലുള്ള മുന്തിരിയെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലുള്ള നിൽപ്പ് കണ്ടില്ലേ? നീ നിന്റെ കൂട്ടുകാരും ഈ നാട്ടിൽ നടത്തുന്ന കുരുത്തക്കേടൊക്കെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണല്ലോ നിനക്ക് ചട്ടമ്പിപ്പാറെന്നുള്ള പേര് വീണത്. ഏയ്, നിങ്ങളെങ്കിലും സത്യത്തിൽ നടന്നത് എന്താന്ന് പറ. പാറു പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ ഒരു സാധനം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ടില്ല. ഞങ്ങൾക്ക് ആ തോപ്പ് എവിടെയെന്ന് പോലും അറിയില്ല. മോഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കൂടുതൽ വിളച്ചെടുക്കാൻ നോക്കിയാലേ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിട്ട് തലകീഴെ കെട്ടിയിട്ട് തല്ലും. നീയൊക്കെ ആദ്യത്തെ അടിക്ക് തന്നെ സത്യമെല്ലാം പറയും. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം.